കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു എല്ലാവരും വീഴുമ്പോൾ നമ്മുടെ നായകൻ കൂളായി നിൽക്കുന്നത്. പക്ഷെ അത് കണ്ടപ്പോൾ മാഡം ഹാങ്ങിന് സഹിച്ചില്ല. ഇവൻ എന്നെ അപമാനിക്കുകയാണോ എന്ന ഈഗോ അവർക്ക് തലയ്ക്ക് പിടിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ച് അവർ പരീക്ഷയാണെന്ന കാര്യം പോലും മറന്നു. അവർ തന്റെ സംഗീതത്തിന്റെ പവർ പകുതിയോളം കൂട്ടി. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ആ ശബ്ദതരംഗങ്ങൾ നായകനെ മാത്രമല്ല ചുറ്റുമുള്ള പാവം കുട്ടികളെയും ബാധിച്ചു. അതുവരെ പിടിച്ചുനിന്ന പലരും ചോര ഛർദ്ദിച്ച് ബോധം കെട്ടു വീണു. ഇത് കണ്ടപ്പോൾ പരീക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്ന റെഡ് ഹെഡ് ഗാർഡിയൻ ഹ്വാമിയോങ് ലീ പേടിച്ചുപോയി. ഇവർ പിള്ളേരെ കൊല്ലുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. നമസ്കാരം സുഹൃത്തുക്കളെ, നാനോ മഷീനിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നായകന്റെ തകർപ്പൻ അഭിനയവും അക്കാദമിയിലെ 2 ഗാർഡിയൻസ് തമ്മിലുള്ള ഈഗോ ക്ലാഷുമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇനിയും പിടിച്ചുനിന്നാൽ പണിയാണെന്ന് നായകന് മനസ്സിലായി. മാഡം ഹാങ്ങിന്റെ ദേഷ്യം തണുപ്പിക്കാൻ അവൻ വീണലേ പറ്റൂ. അവൻ നാനോയോട് പറഞ്ഞു, ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. നാനോ അവന്റെ ശരീരത്തിലെ ചില രക്തക്കുഴലുകളിൽ ചെറിയൊരു സമ്മർദ്ദം കൊടുത്തു. അടുത്ത നിമിഷം ശബ്ദത്തോടെ വലിയൊരു വായുചോര അവൻ പുറത്തേക്ക് ഛർദ്ദിച്ചു. അവൻ വേച്ചു പോകുന്നത് പോലെ അഭിനയിച്ചു. ഇത് കണ്ടപ്പോൾ മാഡം ഹാങ് സംഗീതം നിർത്തി. നായകൻ അഭിനയിക്കുകയാണെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് വലിയൊരു ആശ്വാസമായി. നായകൻ വീഴുന്നത് കണ്ടതും ഹ്വാമിയോങ് ലീ ഓയിട്ടി വന്നു. പാട്രിയാർക്കിന്റെ ചോരയായ ഇവന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ തല പോകും. അദ്ദേഹം ഓടിവന്ന് നായകനെ താങ്ങിപ്പിടിച്ചു. ചെക്കാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അദ്ദേഹം നായകന്റെ കൈ പിടിച്ചു പൾസ് ചെക്ക് ചെയ്തു. അപ്പോഴാണ് ആ വലിയ സത്യം അദ്ദേഹം തിരിച്ചറിയുന്നത്. അദ്ദേഹം ഞെട്ടിപ്പോയി. എന്ത്? ഇവന്റെ ശരീരത്തിൽ ഒരു തരി പോലും ഇന്റേണൽ എനർജി ഇല്ലല്ലോ. ഒരു നിമിഷം പോലും കളയാതെ അദ്ദേഹം അലറി വിളിച്ചു, മെഡിക്കൽ ടീം വേഗം വരൂ, ഇവനെ ഇപ്പോൾ തന്നെ ഇൻഫർമറിയിലേക്ക് മാറ്റണം. ഇന്റേണൽ എനർജി ഇല്ലാതെയാണ് ഇവൻ ഇത്രയും നേരം പിടിച്ചു നിന്നത്. ഇവന്റെ നില ഗുരുതരമാണ്. ഉടൻ തന്നെ ആളുകൾ വന്ന് നായകനെ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി. നായകൻ മനസ്സിൽ ചിരിച്ചു. ചോര തുപ്പിയതുകൊണ്ട് പരീക്ഷ ജയിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ രാജകീയമായ ചികിത്സയും കിട്ടാൻ പോവുകയാണ്. നായകനെ കൊണ്ടുപോകുന്നത് കണ്ട് മാഡം ഹാങ്ങിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് ശക്തിയില്ലെന്നോ? അപ്പോ പിന്നെ എങ്ങനെയാണ് അവന് ബോധം പോകാതിരുന്നത്? ഹ്വാമിയോങ് ലീ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു, നിങ്ങൾ അതിരു കടന്നു മാഡം. സ്വന്തം ഈഗോ കാരണം അവനെ മാത്രമല്ല, ഇവിടെയുള്ള ഒരുപാട് കുട്ടികളെ നിങ്ങൾ അപകടത്തിലാക്കി. മാഡം ഹാങ് ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്റെ സംഗീതത്തെ വെറും ശരീരം കൊണ്ട് ഇവൻ പ്രതിരോധിച്ചു എന്ന് അവർ അന്തം വിട്ടുപോയി. നായകന്റെ പ്ലാൻ 100% വിജയിച്ചു. ആരും അവനെ സംശയിച്ചില്ല. പെട്ടെന്ന് അവിടെ അന്തരീക്ഷം മാറി. ലെഫ്റ്റ് ഗാർഡിയൻ ലർഡ് സിയോപ്മെങ് കുടിയൻ അങ്ങോട്ട് കടന്നു വന്നു. അക്കാദമിയുടെ 2 പ്രധാന തൂണുകളായ ചുവന്ന മുടിക്കാരനും കുടിയനും തമ്മിൽ അവിടെ വെച്ച് കോർക്കാൻ തുടങ്ങി. സിയോപ്മെങ് വിളിച്ചു പറഞ്ഞു, എടാ ചെമ്പൻ തലയാ, നീ എന്തിനാടാ എപ്പോഴും എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഹ്വാമിയോങ് റെഡ് ഹെഡ് തിരിച്ചടിച്ചു, ഇറങ്ങി പോടാ കുടിയ. ആ പാട്രിയാർക്ക് ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ വല്ല ഓടയിലും കിടന്ന് ചത്തേനെ. അവർ തമ്മിൽ തല്ലിയില്ല, പക്ഷെ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തുവന്ന എനർജി ക്യൂആയി അന്തരീക്ഷത്തിൽ ആകെ ഒരു പ്രകമ്പനം ഉണ്ടാക്കി. അവിടെയുണ്ടായിരുന്ന കുട്ടികൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അത്രയ്ക്കും ഭീകരമായ പ്രഷറായിരുന്നു അത്. അവസാനം നിന്നോട് തർക്കിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് സിയോപ്മെങ് തിരിഞ്ഞു നടന്നു. പക്ഷെ പോകുന്ന വഴിക്ക് അദ്ദേഹം തന്റെ കുപ്പിയിൽ നിന്ന് ഒരിറക്ക് കുടിച്ചിട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന നായകനെ ഒന്ന് നോക്കി. പുള്ളി മനസ്സിൽ പറഞ്ഞു, ഇന്റേണൽ എനർജി ഒട്ടുമില്ലാതെ വെറും വിൽപവർ കൊണ്ട് അവൻ പിടിച്ചു നിന്നല്ലേ, കൊള്ളാം. ദാറ്റ് ഈസ് പ്രിറ്റി വൈൽഡ്. അവൻ പുലിയാണ്. സാധാരണ ആരെയും വകവെക്കാത്ത ആ കുടിയൻ ഗാർഡിയന്റെ കണ്ണിൽ നമ്മുടെ നായകൻ ഉടക്കി കഴിഞ്ഞു. എന്തായാലും ഗാർഡിയൻസ് തമ്മിലുള്ള പ്രശ്നം കാരണം നായകന്റെ മേലുള്ള സംശയം മാറിക്കിട്ടി. അവൻ പരീക്ഷ പാസ്സായി. ഇനിയാണ് അക്കാദമിയിലെ ഏറ്റവും രസകരമായ ഭാഗം. പാസ്സായ കുട്ടികളെ 10 പേരുള്ള ഗ്രൂപ്പുകളായി തിരിക്കണം. നമ്മുടെ നായകനെ ആര് ടീമിലെടുക്കും? നായകൻ എങ്ങനെ സ്വന്തം ടീം ഉണ്ടാക്കും? ടീം ഫോം ചെയ്യുന്ന ആ രസകരമായ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം.